യുഎയിൽ നിന്ന് 2 മാസത്തെ വേനലവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് കുടുംബസമേതം പോയവരൊക്കെ തിരിച്ച് യുഎയിലേക്ക് മടങ്ങാൻ സമയമായപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വിമാന ടിക്കറ്റ് നിരക്ക്. ഒരാൾക്ക് ഏകദേശം 1,00,000 രൂപയോളമൊക്കെയാണ് ഇപ്പോൾ വിമാന ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഈ മാസം, അതായത് ഓഗസ്റ്റ് 26-നാണ് യുഎയിലെ ഒട്ടുമിക്ക സ്കൂളുകളും തുറക്കുക. നേരത്തെ തന്നെ വിമാന ടിക്കറ്റ് എടുത്തു വെച്ചവർക്കാണെങ്കിൽ ഭേദപ്പെട്ട നിരക്കിലൊക്കെ ടിക്കറ്റ് കിട്ടിയെങ്കിലും ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നവരിൽ നിന്ന് കഴുത്തറപ്പൻ നിരക്കാണ് വിമാന കമ്പനികൾ വാങ്ങിക്കുന്നത്. ചുരുങ്ങിയത് 1,00,000 രൂപയെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി തിരിച്ച് യുഎയിലേക്ക് യാത്ര ചെയ്യാൻ ഈ സമയത്ത് പറ്റുള്ളൂ. തിരക്കില്ലാത്ത കാലത്ത് നമ്മൾ 6,000 രൂപക്കൊക്കെ യാത്ര ചെയ്തിരുന്ന ഈ ഒരു ദൂരം താണ്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 1,00,000 രൂപയൊക്കെ ചിലവാക്കുക എന്ന് പറയുമ്പോൾ അതും ആർക്കും ആലോചിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഇനി 3-4 പേരൊക്കെ അടങ്ങുന്ന കുടുംബമാണെങ്കിൽ ഏകദേശം 2-2.5 ലക്ഷത്തോളം രൂപയാണ് ടിക്കറ്റിന് മാത്രമായിട്ട് ചിലവാകുന്നത്. ഇനി മുംബൈ, ബംഗളൂരു, ഡൽഹി വഴിയെല്ലാം യുഎയിലേക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാലും അപ്പോഴും വിമാനങ്ങളിൽ ഈ നിരക്ക് തന്നെയാണ് വരുന്നത്. കേരളത്തിൽ മറ്റ് വിമാനത്താവളങ്ങളിലും ഏതാണ്ട് സമാന നിരക്ക് തന്നെയാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അടുത്ത മാസം 15-നുള്ളിൽ കേരളത്തിൽ നിന്ന് യുഎയിലെത്താൻ വൻ തുക നിങ്ങൾ മുടക്കേണ്ടി വരും. ജോലിക്ക് തിരികെ കയറാനും കുട്ടികളുടെ പഠനവും ഒക്കെ കാരണം എത്ര പണം മുടക്കിയായാലും തിരികെ എത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ പ്രവാസികളുള്ളത്. അതേസമയം യുഎയിൽ നിന്ന് നിലവിൽ കേരളത്തിലേക്ക് 250 ദിർഹം മുതൽ വിമാന ടിക്കറ്റുകൾ ലഭ്യമാണ്.